മിക്ക യൂണിവേഴ്സിറ്റികളിലെയും ബി.എഡ് പഠനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് വേദിക് എഡ്യൂക്കേഷൻ. ഈ വീഡിയോയിൽ നമുക്ക് വേദിക് എഡ്യൂക്കേഷനെ പറ്റി പഠിക്കാം. എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് വേദിക് പീരിയഡ്. The ancient system of education in India was based on the Vedas, and therefore it was given the name of Vedic educational system. The term Veda is derived from the word Vid, which means to know. The etymological meaning of Veda is knowledge. The period from BC 2000 to BC 1000 is known as early Vedic period, and from BC 1000 to BC 600 is known as the later Vedic period. Most of the education was based on Vedas and later Hindu texts and scriptures. Four Vedas, namely Rigveda, Yajurveda, Samaveda and Atharva Veda were studied during Vedic education. നമ്മുടെ ഇന്ത്യയിൽ വേദകാലത്തെ വിദ്യാഭ്യാസ രീതി വളരെ പ്രത്യേകത ഉള്ളതാണ്. വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനമായതുകൊണ്ട് അതിനെ വേദിക് വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് പറയുന്നത്. വേദ എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത് വിദ് എന്ന പദത്തിൽ നിന്നാണ്. അറിയുക എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അറിവ് എന്ന് തന്നെയാണ്. BC 2000 മുതൽ BC 1000 വരെയുള്ള കാലഘട്ടം ഏർലി വേദിക് പീരീഡ് എന്നും BC 1000 മുതൽ BC 600 വരെയുള്ള കാലഘട്ടം ലേറ്റർ വേദിക് പീരീഡ് എന്നുമാണ് അറിയപ്പെടുന്നത്. 4 പ്രധാന വേദങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പഠനമാണ് വേദിക് വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് എഡ്യൂക്കേഷൻ. 1. Gurukula system. Gurukula system was an important feature of Vedic education. This system of education necessitated the stay of the students away from home in the home of the teachers for 12 years. In Gurukulas, the primary duty of the student was to serve the Guru and his family. Disciples were like sons of the Gurus. After joining Gurukula, students were to lead the life of chastity and purity, serving the Guru and gaining knowledge. വേദിക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന സവിശേഷതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ഗുരുകുല രീതിയാണ്. വേദിക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ഗുരുകുല സമ്പ്രദായം. ഈ രീതി അനുസരിച്ച് വിദ്യാർത്ഥി 12 വർഷക്കാലം വീട് വിട്ട് തൻ്റെ ഗുരുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ജോലി ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും സേവിക്കുക എന്നതാണ്. ഗുരു ആവട്ടെ ശിഷ്യനെ സ്വന്തം മകനായിട്ട് പരിഗണിക്കുന്നു. ഗുരുകുല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥി വളരെ പരിശുദ്ധവും പവിത്രവുമായ ജീവിതം നയിക്കുകയും ഗുരുവിനെ സേവിക്കുകയും അറിവ് നേടുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഉള്ളത്. നമ്പർ 2. എഡ്യൂക്കേഷണൽ സെറിമണീസ്. വേദിക് എഡ്യൂക്കേഷൻ വാസ് characterized by well-formatted sacred ceremonies. Vidyarambha instigated the learning of alphabets at the age of 5. Upanayana is the ceremony when the child becomes a Shikshya, disciple of the Guru, teacher. Upakarma ceremony marked the commencement and Upasarjana ceremony marked the close of each year's academic program. The student in the Gurukula came to close with the Samavartana ceremony. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത വിദ്യാഭ്യാസപരമായ ആചാരങ്ങളാണ്. വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് 5-ാമത്തെ വയസ്സിലാണ്. അക്ഷരങ്ങളാണ് പഠിക്കുക. ആ പ്രക്രിയയ്ക്ക് വിദ്യാരംഭം എന്നാണ് പറയുക. ഒരു വിദ്യാർത്ഥി ഗുരുവിൻ്റെ ശിഷ്യനാകുമ്പോൾ ആ പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഉപനയന എന്ന പ്രക്രിയ നടത്തപ്പെടുന്നു. പിന്നീട് ഓരോ വിദ്യാഭ്യാസ പ്രക്രിയ ആരംഭിക്കുമ്പോൾ അതിന് ഉപകർമ്മ എന്നും ഓരോ ക്ലാസ്സുകളിലും അത് അവസാനിക്കുമ്പോൾ ഉപസർജന എന്നുമാണ് അറിയപ്പെടുക. ഗുരുകുല സമ്പ്രദായം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ നടത്തുന്ന ആചാരങ്ങളിലൊന്നാണ് സമാവർത്തന. ഉപനയന ആസ് ആൻ ഇനിഷിയേഷൻ ടു എഡ്യൂക്കേഷൻ. ഉപനയന മീൻസ് ടു ടേക്ക് ക്ലോസ് ടു or to being in touch with. The Upanayana ceremony was performed before the child was taken to his teacher. This ceremony was performed at the ages of 8, 11 and 12 for the Brahmins, Kshatriyas and Vaishyas respectively.
After this ceremony, the person was entitled to be called a brahmachari, a new and changed individual both externally and internally. The ceremony signaled the child's transition from infancy to childhood and his initiation into educational life. After this ceremony, the child had to leave his home for the ashrama where he would receive education. അടുത്തേക്ക് വരിക, സമ്പർക്കത്തിലാകുക എന്ന അർത്ഥമാണ് ഉപനയന എന്ന പദത്തിന് ഉള്ളത്. ഗുരുവിൻ്റെ അടുത്ത് വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് ആരംഭം കുറിക്കുന്ന ഒരു ആചാരമാണ് ഉപനയന. ബ്രാഹ്മണർക്ക് 8ാമത്തെ വയസ്സിലും ക്ഷത്രിയർക്ക് 11ാമത്തെ വയസ്സിലും വൈശ്യർക്ക് 12ാമത്തെ വയസ്സിലുമാണ് ഈ ചടങ്ങ് നടത്തുക. ഈ ചടങ്ങിന് ശേഷം ഇവരെ ബ്രഹ്മചാരി എന്നാണ് വിളിക്കുക. അതോടുകൂടി അവർ ആന്തരികമായും ബാഹ്യമായും ഏറെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു. ഇത് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അവൻ്റെ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പ്രക്രിയ. ഈ പ്രക്രിയയ്ക്ക് ശേഷം വിദ്യാർത്ഥി വീട് വിട്ട് തൻ്റെ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് വന്ന് പഠനം ആരംഭിക്കുന്നു. നമ്പർ 4, celibacy or brahmacharya. Every student was required to observe celibacy in his specific path of life. Only the unmarried could become student in Gurukul. On entering student life, the student was made to wear a special strap called mekhla. The students were not allowed to make use of fragrant, cosmetic or intoxicating things. 5. Education for all sectors. During Vedic period, education was offered to all categories of people on an equal footing. There was no discrimination on the basis of caste, creed, color, etc. ബ്രഹ്മചര്യമാണ് വേദകാല വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഗുരുകുലത്തിൽ അവിവാഹിതർക്ക് മാത്രമാണ് വിദ്യാർത്ഥിയായി പ്രവേശിക്കുവാൻ കഴിയുക. വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അയാൾ ഒരു പ്രത്യേക സ്ട്രാപ്പ് ധരിക്കാറുണ്ട്. അതിന് മേഖല എന്ന് പറയുന്നു. വിദ്യാർത്ഥി ജീവിതത്തിലേക്ക് കടന്നാൽ പിന്നെ അയാൾ അലങ്കാര വസ്തുക്കളോ സുഗന്ധ വസ്തുക്കളോ ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊരു പ്രത്യേകത, എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു എന്നുള്ളതാണ്. നിറത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെ പേരിൽ വിവേചനം ആദിമകാലത്ത് പുലർത്തിയിരുന്നില്ല എന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്പർ 6, ആംസ് സിസ്റ്റം. The student had to bear the responsibility of feeding both himself and his teacher. This was done through begging for alms. Begging for alms was prescribed for the pupil to produce in him a spirit of humility and renunciation. The student realized that both education and subsequent earning of livelihood were made possible for him only through society's service and its sympathy. Number 7, individualistic education. In the Vedic period, the nature of education was much more individualistic rather than joined in groups. Education was imparted to each disciple depending on his interest and ability. വേദകാലത്തെ ഒരു പ്രത്യേകതയാണ് ഭിക്ഷാടന രീതി. തനിക്കും ഗുരുവിനും വേണ്ട ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തുക എന്നത് വിദ്യാർത്ഥിയുടെ ചുമതലയായിരുന്നു. ഇത് കണ്ടെത്തിയിരുന്നത് ഭിക്ഷാടനം വഴിയാണ്. ഇങ്ങനെ ഭിക്ഷാടനം നടത്തുന്നത് വിദ്യാർത്ഥിയിൽ വിനയവും ത്യാഗവും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. സമൂഹത്തെ സേവിക്കുന്നത് വഴിയും അനുകമ്പയിലൂടെയും മാത്രമേ വിദ്യാഭ്യാസവും ദൈനംദിന ജീവിതത്തിനുള്ള മാർഗവും കണ്ടെത്താൻ കഴിയൂ എന്ന് വിദ്യാർത്ഥിയെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. 7, വ്യക്തിഗത വിദ്യാഭ്യാസം. കൂട്ടമായി പഠിപ്പിക്കുന്നതിന് പകരം വ്യക്തിഗത പഠനമാണ് വേദിക് കാലഘട്ടത്തിലെ പൊതുവെയുള്ള രീതി. കുട്ടിയുടെ കഴിവിനും താല്പര്യത്തിനും അനുസരിച്ചാണ് അക്കാലത്ത് വിദ്യാഭ്യാസം നൽകിയിരുന്നത്. പോയിന്റ് 8, ഐഡിയൽ ടീച്ചേഴ്സ്. Teachers in the Vedic period were men of the highest caliber and were held in high esteem. Teacher was called Guru or Acharya. The Guru ashram was known as the Gurukul. He was given a significant place in the society. The attainment of salvation was not possible without the help of the Guru. He was the center of education, and without him, no education could be conceived of. Students had great respect and devotion for them.
teachers took all efforts to ensure the spiritual and mental development of the pupils. The teachers' conduct and behavior was model for the students to imitate. വേദിക് വിദ്യാഭ്യാസകാലത്തെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ആദർശധീരരായ അധ്യാപകർ. അക്കാലത്തുള്ള അധ്യാപകർ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പ്രതിഭയും മതിപ്പുള്ളവനും ആയിരുന്നു. അധ്യാപകനെ ഗുരു അല്ലെങ്കിൽ ആചാര്യ എന്നാണ് വിളിച്ചിരുന്നത്. ഗുരുവിന്റെ ആശ്രമം ഗുരുകുലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സമൂഹത്തിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു. ഗുരുവിന്റെ സഹായമില്ലാതെ ആർക്കും തന്നെ രക്ഷ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു. അദ്ദേഹത്തെ കൂടാതെ ആർക്കും തന്നെ വിദ്യാഭ്യാസം കൈവരിക്കുവാൻ കഴിയുമായിരുന്നില്ല. വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ഉയർന്ന തരത്തിലുള്ള ബഹുമാനവും അതോടൊപ്പം തന്നെ ഉയർന്ന തരത്തിലുള്ള ഭക്തിയും പ്രകടിപ്പിച്ചിരുന്നു. അധ്യാപകരാകട്ടെ വിദ്യാർത്ഥിയുടെ ആത്മീയവും മാനസികവുമായ വികസനത്തിന് കഠിനമായി യത്നിച്ചിരുന്നു. ഗുരുവിന്റെ സ്വഭാവവും പെരുമാറ്റവും വിദ്യാർത്ഥികൾക്ക് അനുകരണീയമായ മാതൃക ആയിരുന്നു. Number 9. Ideal teacher-pupil relationship. In Vedic age, the relation between teacher and student was just like that of father and child. Teacher behaved as parent to the students, and students behaved as members of the teacher's family. Gurus always tried to develop the qualities of students to make them higher than himself. The disciples, in turn, obeyed and worshipped the Guru as equal to God. വേദിക് വിദ്യാഭ്യാസകാലത്തെ മറ്റൊരു പ്രത്യേകതയാണ് മാതൃകാപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം. വേദിക് കാലഘട്ടത്തിൽ ഗുരുശിഷ്യ ബന്ധം അച്ഛനും മകനും പോലെയുള്ള ബന്ധമായിരുന്നു. വിദ്യാർത്ഥികളുടെ രക്ഷിതാവ് എന്ന നിലയിലാണ് ഗുരു പ്രവർത്തിച്ചിരുന്നത്. വിദ്യാർത്ഥികളാവട്ടെ ഗുരുവിന്റെ കുടുംബാംഗം പോലെയും പ്രവർത്തിച്ചിരുന്നു. തന്നേക്കാൾ ഉയർന്ന നിലയിലേക്ക് വിദ്യാർത്ഥികളുടെ ഗുണഗണങ്ങളെ വികസിപ്പിക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. അതിനു പകരമായി വിദ്യാർത്ഥി ഗുരുവിനെ അനുസരിക്കുകയും ആരാധിക്കുകയും ഈശ്വരന് തുല്യമായി കാണുകയും ചെയ്തിരുന്നു. 10. Duties of disciples. The Gurukula system of education imposes certain duties and responsibilities upon the students. It includes keeping the ashram neat and tidy, grazing cows, fetching water, collecting firewood, go out for alms, tending the sacred fire, etc. 11. Prominence of religious ideals. The Vedic education was dominated by spiritual and religious ideals and values. The courses of study were mostly related to religion, aiming at breeding kindness, forgiveness, perseverance, nobleness, etc. in students. പത്താമതായി ശിഷ്യരുടെ ചുമതലകളെപ്പറ്റി പറയുന്നു. ഗുരുകുല സമ്പ്രദായത്തിലുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥിയുടെ മേൽ ചില ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. ആശ്രമം വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കുക, പശുക്കൾക്ക് പുല്ല് ശേഖരിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവരിക, ആവശ്യമായ വിറക് ശേഖരിക്കുക, ഭിക്ഷാടനത്തിനായി പുറത്തേക്ക് പോവുക, ഗുരുകുലത്തിൽ സൂക്ഷിക്കപ്പെടുന്ന വിശുദ്ധ അഗ്നിയെ പരിപാലിക്കുക തുടങ്ങിയവ ഈ ചുമതലകളിൽ ഉൾപ്പെടുന്നു. 11. മതാധിഷ്ഠിത ആദർശങ്ങൾക്കുള്ള പ്രാധാന്യം. വേദകാല വിദ്യാഭ്യാസം ആത്മീയവും മതപരവുമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. മതവുമായി ബന്ധപ്പെട്ട പാഠ്യവിഷയങ്ങൾക്കാണ് പഠനത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഈ പഠനത്തിലൂടെ ദയ, ക്ഷമ, സ്ഥിരോത്സാഹം, കുലീനത തുടങ്ങിയ ഗുണങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് ശ്രദ്ധിച്ചിരുന്നു. നമ്പർ 12. Promotion of vocational efficiency. In the Vedic education, provisions were available for the promotion of vocational efficiency consistent with the customs of Chaturvarnya system. Vocational subjects like military science, agriculture, animal husbandry, Ayurveda, trade, handicrafts, etc. were taught depending on the varna of the student. Number 13. Women education. Women's education also received attention during Vedic period. With the result, many women became rishikas. Girls were skilled in house duties and were taught for home. They also composed hymns. They also took part in religious rituals. 12.
തൊഴിലധിഷ്ഠിത കാര്യക്ഷമതയുടെ പ്രോത്സാഹനം. ചാതുർവർണ്ണ രീതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലധിഷ്ഠിത കാര്യക്ഷമതയ്ക്ക് പ്രോത്സാഹനം നൽകിയിരുന്ന രീതിയായിരുന്നു വേദിക് വിദ്യാഭ്യാസ കാലത്ത് ഉണ്ടായിരുന്നത്. കുട്ടിയുടെ വർണ്ണം അനുസരിച്ച് സൈനിക ശാസ്ത്രം, കൃഷി, മൃഗസംരക്ഷണം, ആയുർവേദം, വ്യാപാരം, കൈത്തൊഴിൽ തുടങ്ങിയ തൊഴിലധിഷ്ഠിത വിഷയങ്ങൾ അക്കാലത്ത് പഠിപ്പിച്ചിരുന്നു. 13. സ്ത്രീ വിദ്യാഭ്യാസം. വേദകാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നതിനാൽ സ്ത്രീകളിൽ പലരും ഋഷികമാരായി മാറുകയുണ്ടായി. വീടും വീട്ടുകാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സ്ത്രീകളെ പ്രാപ്തരാക്കിയിരുന്നു. അവർ കീർത്തനങ്ങൾ രചിച്ചിരുന്നു. മതപരമായ ചടങ്ങുകളിലും അവർക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. വേദിക് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ. എയിംസ് ഓഫ് വേദിക് എഡ്യൂക്കേഷൻ. 1. Attainment of moksha or self-realization. The main objective of Vedic education was the development of physical, moral, spiritual, and intellectual powers to achieve salvation. Overall, the aim of education was the complete realization of self and the freedom of the soul. 2. Development of character and personality. Education aimed at developing the values of self-restraint, self-confidence, discipline, cooperation, love, sympathy, judgment, fulfillment of social responsibilities, and earning a livelihood. 1. മോക്ഷം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം പ്രാപിക്കുക. മോക്ഷം പ്രാപിക്കുക എന്ന പ്രഥമ ലക്ഷ്യം നേടുന്നതിനായി വേദവിദ്യാഭ്യാസ കാലത്ത് കുട്ടിയുടെ ശാരീരികവും ധാർമ്മികവും ആത്മീയവും ബൗദ്ധികവുമായ ശക്തികളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയിരിക്കുന്നു. ആത്മാവിന്റെ സ്വാതന്ത്ര്യവും ആത്മസാക്ഷാത്കാരവുമാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 2. വ്യക്തിത്വത്തിന്റെയും സ്വഭാവത്തിന്റെയും വികസനം. ആത്മനിയന്ത്രണം, ആത്മവിശ്വാസം, അച്ചടക്കം, സഹകരണം, സ്നേഹം, അനുകമ്പ, വിധി നിർണയ ശേഷി, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുടെ പൂർത്തീകരണം, ദൈനംദിന ജീവിത മാർഗങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിദ്യാഭ്യാസം ഊന്നൽ നൽകുന്നു. 3. Preservation and spread of culture. Vedic education aimed at preserving and transmitting the best tradition of thought and actions, manners and vocations of the past. Knowledge and skills were transmitted to the succeeding generation through gurukulas. 4. Promotion of vocational efficiency. Vedic education paid attention to developing practical expertise. Children were taught to do manual work, and other vocational training was also involved during the learning. A few vocations included weaving, pottery, etc. 3. സാംസ്കാരിക വ്യാപനവും സംരക്ഷണവും. പൂർവകാലത്തെ തൊഴില്, സംസ്കാരം, പ്രവർത്തനങ്ങള്, മര്യാദകള്, പാരമ്പര്യങ്ങള്, ചിന്തകള്, ഇത്തരം പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും വേദകാല വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നുണ്ട്. അക്കാലത്തെ അറിവുകളും നൈപുണികളും ഗുരുകുലങ്ങളിലൂടെ പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യവും ഇതിലുണ്ട്. 4. തൊഴിൽപരമായ സാമർഥ്യങ്ങളുടെ വികസനം. പ്രായോഗിക കഴിവുകളുടെ വികസനത്തിന് വേദകാല വിദ്യാഭ്യാസം പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു. വിദ്യാർത്ഥികൾ വ്യത്യസ്തങ്ങളായ ശാരീരിക അധ്വാനങ്ങളും തൊഴിൽ പരിശീലനങ്ങളും പഠിക്കുന്നതിനായി ഈ പഠനകാലം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മൺപാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയവ അങ്ങനെ ഉൾപ്പെടുത്തിയ ചില തൊഴിലുകൾ ആണ്. 5. Spiritual and religious values. During the period, instilling students with religious values was considered pivotal in education. Religious values and knowledge were entangled during that time. The Vedic education system, apart from implanting moral values in students, is also centered on establishing piousness and various values among students. Education without spiritual and religious values was not considered
education at all during that time. 5. ആത്മീയവും മതപരവുമായ മൂല്യങ്ങളുടെ വളർച്ച. വിദ്യാർത്ഥികളിൽ മതപരമായ മൂല്യങ്ങൾ ഉളവാക്കപ്പെടുന്നതിന് മുഖ്യ സ്ഥാനം അന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ പരിഗണിച്ചിരുന്നു. മതപരമായ മൂല്യങ്ങളും അറിവുകളും വളരെ സങ്കീർണമായി തന്നെ അക്കാലങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടിരുന്നു. സന്മാർഗ മൂല്യങ്ങൾ കൂടാതെ ഭക്തിയും മറ്റ് മൂല്യങ്ങളും വിദ്യാർത്ഥികളിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വളരെ യത്നിച്ചിരുന്നു. ആത്മീയവും മതപരവുമായ മൂല്യങ്ങൾ ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം അക്കാലത്ത് തീരെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. 6. Civic responsibilities and social values. The students of Vedic education also had civic responsibilities. After gaining education in the Gurukul, they had to go back to society and help it in different ways to make it better and more evolved. They had to be hospitable and charitable toward needy people. 7. Inculcation of a spirit of piety and righteousness. Education aimed at the infusion of godliness and religiousness in the minds of the students. 6. പൗരസംബന്ധിയായ ഉത്തരവാദിത്വങ്ങളും സാമൂഹ്യ മൂല്യങ്ങളും. വേദകാലത്തെ വിദ്യാർത്ഥിക്ക് പൗരത്വം സംബന്ധിച്ച ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു. ഗുരുകുലത്തിൽ നിന്നും വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അവർ സമൂഹത്തിലേക്ക് മടങ്ങുകയും സമൂഹത്തിൽ കൂടുതൽ ഇടപഴകുകയും സമൂഹ പുരോഗതിക്കായി വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവർ ആതിഥ്യ മര്യാദയുള്ളവരും അർഹിക്കുന്നവർക്ക് ജീവകാരുണ്യപരമായ പ്രവർത്തികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. 7. ഭക്തിയുടെയും നീതിയുടെയും മനോഭാവം രൂപപ്പെടുത്തിയെടുക്കൽ. വിദ്യാർത്ഥിയുടെ മനസ്സിൽ ദൈവികവും മതപരവുമായ നന്മകളുടെ കൂടിച്ചേർക്കൽ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നു. Curriculum of Vedic education. Study of 4 Vedas, Rigveda, Yajurveda, Samaveda and Atharvaveda, Vedangas, Siksha, Kalpa, Vyagaran, Jyotish, Chanda and Tirukta. Vedic grammar and Vedic literature constituted the curriculum for Brahmins. Art of warfare such as archery, riding, horsemanship, chariot race, sword fight, wrestling, fist fighting, hurling of javelins, swimming, etc. were taught to Kshatriyas. Agriculture, mathematics, Arthashastra and trade constituted the main subjects of Vaishyas. Handicrafts, Ayurveda, Bhuta Vidya, etc. were taught to Shudras. In Vedic system of education, the subject of teaching were knowledge of gods, knowledge of the absolute, knowledge of ghosts, philosophy, ethics, conduct philosophy, grammar, astrology and logic. In the teaching of languages, emphasis was laid on proper articulation, derivatives and grammar. Along with theoretical aspect of the curriculum, the practical was also given due place and importance to all class of learners. Methods of teaching. Bodhana രീതികൾ. Lecturing was the principal method of teaching during Vedic period. Question answer method was also used to improve the power of reasoning among students. Sanskrit was the medium of instruction. Memorization, മനഃപ്പാഠമാക്കൽ. Learning the sacred texts by heart is an essential step in studying the Vedas. Repetition and recitation by the teacher and students was important. Critical analysis, വിമർശനാത്മക വിശകലനം. Students are taught critical analysis. Students are taught to think critically and come to their own conclusions. They may even disagree with their teachers and bring them around to their way of thinking. Introspection, Atma Avaloganam. This has 3 steps. The first was Shravana, which means listening to texts recited by the teacher. This is how the student absorbs the teacher's knowledge. The second is Manana, which involves deliberation, Alochana, and reflection, Pradiphalanam. The student what has been taught and what they can learn from it. The third step is Nididhyasana or meditation. This is the step through which truth is realized and attained. Hands-on learning. Learning by doing was encouraged, especially
as many students went into trades later. In areas such as medicine, observation and practice was necessary. Seminars, debates, and discussions were held often. Students could discuss topics of interest and put their views forward. Merits of Vedic education. The system of education was well organized. Evaluation was continuous as well as comprehensive. Education was a lifelong process. It was aimed at the development of personality of an individual to its maximum extent. Great attention was paid to the development of the child's character. High degree of discipline and ideal teacher-pupil relationship made education sacred and meaningful. Education helped in the realization of spiritual and moral values besides preparing for worldly pursuits. There was no system of paying fees as we find it today. Expenses of education was borne by society and king. The relations between teachers and the pupils were based on love and affection. Education on women also received proper attention during Vedic period. Music and dancing were also taught to girls. Demerits of Vedic education. Vedic system of education was dominated by religious considerations. It gave undue importance to spiritual education. The long residential nature of the Gurukula system separated the individual from home, thus creating lacuna, that means gap in family relations. Discipline was very strict. The dominant role of the Guru and overemphasis to rote learning. It blocked the natural development of the talents of the learner. It did not adequately encourage self-expression of the pupils. Instruction primarily depended on verbal instructions. It required repetition and encouraged rote learning.